ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ പഞ്ചായത്താണ്. 23ഓളം വാർഡുകളുള്ള പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് 3 മുന്നണികളാണ്: LDF, UDF, NDA. ഈ ഏതായാലും 23 വാർഡുകളിൽ LDFിൻ്റെ 23 സ്ഥാനാർത്ഥികൾ, UDFിൻ്റെ 23 സ്ഥാനാർത്ഥികൾ, അതുപോലെ NDAയുടെ 23 സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടാവും. ഏകദേശം 69ഓളം സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന 3 കാൻഡിഡേറ്റ്സ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഭാഗമാക്കിയിട്ടുള്ളത്. അതിന് കാരണം ഈ പരിപാടിയുടെ പേര് തന്നെ മീറ്റ് ദി കാൻഡിഡേറ്റ്സ് പ്രോഗ്രാം. മത്സര രംഗത്തുള്ള കാൻഡിഡേറ്റ്സിനെ വിളിച്ചുകൊണ്ട് അവർ ജനപ്രതിനിധികളായി വന്നാൽ അവരുടെ വികസന സ്വപ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മത്സര രംഗത്തുള്ള മുന്നണികൾ തമ്മിൽ മുഖാമുഖം പറഞ്ഞുകൊണ്ട് വികസന കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റ് വിവാദങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത്. ഞാനും എൻ്റെ മുന്നണിയും വിജയിച്ചാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കും എന്ന് 20 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് പറയുക എന്നതാണ്. അത് ഏതായാലും അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളായാലും കേരള ഗവൺമെൻറ് പദ്ധതികളായാലും ഓൺ ഫണ്ട് ആയാലും പ്ലാൻ ഫണ്ട്, ഏതെല്ലാം ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ആ വികസന പ്രവർത്തനങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെ എൻ്റെ മുന്നണി നടപ്പിലാക്കുന്ന പദ്ധതികൾ വിവരിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേ നമ്മൾ TV യിൽ കാണും പോലെ ഒരു സംവാദമോ അല്ലെങ്കിൽ പറഞ്ഞതിന് മറുപടിയോ ഒന്നും അല്ല ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വികസന കാര്യങ്ങൾ മാത്രം ഊന്നിക്കൊണ്ട് 20 മിനിറ്റുകൾ സംസാരിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 പേർക്കും കൂടി ആകെ 1 മണിക്കൂർ നേരത്തെ പരിപാടികളാണ്. ആ പരിപാടി കഴിഞ്ഞാൽ ഈ പരിപാടി അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ മോഡൽ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ, പത്രങ്ങൾ, ദിനപത്രങ്ങൾ, ഒരു ചെറിയ ഹാൾ, ഇതൊക്കെയായി ഈ നാടിൻ്റെ വെളിച്ചമായി പ്രവർത്തിക്കുന്ന കുന്നത്തുറപ്പ് കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പോർക്കളം എന്ന പേരിൽ മീറ്റ് ദ കാൻഡിഡേറ്റ്
പരിപാടി ഒരുപക്ഷെ നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ടാകാം ഒരു മാധ്യമപ്രവർത്തക എന്ന രൂപത്തിൽ ഇന്ന് വരെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു പരിപാടി പ്രാദേശികമായി നടത്തിയിട്ടില്ല. അതിന്റെ ഭാരവാഹികളുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുന്നു. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒട്ടേറെ വികസന സ്വപ്നങ്ങളുമായാണ് ഓരോ സ്ഥാനാർത്ഥിയും വിശിഷ്യ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. സ്വന്തമായ വികസന കാഴ്ചപ്പാടുണ്ടാകാം, സംഘടനകൾ, അതേപോലെ തന്നെ സംഘടനകൾ തയ്യാറാക്കിയ പ്രകടന പത്രികകൾ അത് സമയബന്ധിതമായി 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉള്ള കർമ്മ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്റെ നാടിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടിയാണ് സ്ഥാനാർത്ഥികൾ നമ്മെ സമീപിക്കുന്നത്. തീർച്ചയായും ഈ പഞ്ചായത്തിലെ 3 പേരാണ് നമ്മുടെ ഈ പോർക്കളത്തിൽ മീറ്റ് ദ കാൻഡിഡേറ്റിൽ ഓരോ മുന്നണിയെയും പ്രതികരിച്ചെത്തിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 20 മിനിറ്റാണ് പരമാവധി ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ, വികസന വീക്ഷണങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ പങ്കുവയ്ക്കാനുള്ള അവസരം. ഇവിടെ അവതരണ ക്രമം ലോട്ടിട്ടുകൊണ്ട് നറുക്കെടുത്തുകൊണ്ട് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. നറുക്കെടുത്തപ്പോൾ ആദ്യം ലഭിച്ചിരിക്കുന്നത് ശ്രീ PK മുഹമ്മദ് അലിയാണ്. അദ്ദേഹം UDF-ന്റെ 7ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനാണ്. പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ കുന്നോത്തുറ പഞ്ചായത്ത് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. മോഡറേറ്റർ എന്ന രൂപത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. 2ാം നമ്പറായി ലഭിച്ചിരിക്കുന്നത് സുജിലയാണ്, T സുജില, NDF-ന്റെ സ്ഥാനാർത്ഥി. 16ാം വാർഡിൽ മത്സരിക്കുന്നു. ഏറെ പരിചയമുള്ള, നിലവിൽ 3 പേരും നിലവിൽ അംഗങ്ങളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട്. സുജിലയ്ക്കും ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, നിലവിൽ മെമ്പർ എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. 3ാം നമ്പറായി വന്നിരിക്കുന്നത് ശ്രീ N അനിൽകുമാറാണ്. രാഷ്ട്രീയ രംഗത്ത് ഇവിടെ മാത്രമല്ല, നമ്മുടെ മേഖലയിൽ പാനൂർ CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൽ 3ാം തവണ ഹാട്രിക് വിജയത്തിന് വേണ്ടി അദ്ദേഹം കർമ്മ രംഗത്ത് സക്രിയമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ ആൾ. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കേരളത്തിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കുന്നോത്തുപറമ്പാണ്. അവിടെയും നമ്മൾ ഒന്നാമതെത്തിയിരിക്കുന്നു. ഈ പഞ്ചായത്ത് 102 സ്ഥാനാർത്ഥികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുന്നോത്തുപറമ്പിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഈ പഞ്ചായത്തിലാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായ മുൻ മന്ത്രി പ്രമുഖ സോഷ്യലിസ്റ്റുമായ PR കുറുപ്പ്, V അശോകൻ മാസ്റ്റർ തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ നേതാക്കന്മാർ, മൺമറഞ്ഞു പോയ നേതാക്കന്മാർ, അവരിലൂടെ പ്രശസ്തമായ സ്ഥലം. ശ്രീ KP മോഹനൻ MLA ഈ പഞ്ചായത്ത് അംഗമായിരുന്നു. അദ്ദേഹം മുൻ മന്ത്രിയൊക്കെയാണ്. അതുവഴിയും നമ്മുടെ നാട് ഒട്ടനവധി സ്ഥലങ്ങളിൽ അറിയപ്പെട്ട പ്രഗത്ഭമായ ഒരു ഗ്രാമപ്രദേശം. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ, ജലസംരക്ഷണ പദ്ധതിയിൽ സംസ്ഥാനത്ത് 15 പ്രധാന പദ്ധതികളിൽ ജലസംരക്ഷണ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയായ പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്ത്. അതാണ് ഏറ്റവും വേറിട്ട ഒരു പഞ്ചായത്ത് ആയി ഇതിനെ മാറ്റുന്നത്. നമുക്കറിയാം, അന്ന് ഗംഗാധരൻ മാസ്റ്റർ പ്രസിഡന്റായ സമയത്തായിരുന്നു ഞാൻ ഓർക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ശ്രീ പണ്ഡിതനായ പൊന്നത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററും KP വത്സൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു കർമ്മസമിതി ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് സർവേകളും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ റിസോഴ്സ് പേഴ്സണെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ
പഞ്ചായത്ത് എന്നുള്ള ഒരു പ്രശസ്തിയും നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് കലക്ടറായിരുന്ന ഡോക്ടർ റെഡ്ഡി ആയിരുന്നു ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഈ നാടിന്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് കുന്നോത്തുപറമ്പ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ഈ പരിപാടി നടക്കുമ്പോൾ ഇതിന്റെ സാരഥ്യമരുളിയ പ്രസിഡന്റുമാരെ നമുക്ക് സ്മരിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. മുണ്ടോളി ഫരീദ് ഹാജി, TP മൊയ്തീൻകുട്ടി ഹാജി, KK ബാലകൃഷ്ണൻ, K ഗംഗാധരൻ മാസ്റ്റർ, PO ആയിഷ, ഇന്ദിരാ ചന്ദ്രൻ, KP ചന്ദ്രൻ മാസ്റ്റർ, OP ഷീജ, VN അനിത, ഖദീജ തഖയിൽ, കരുവാങ്കണ്ടി ബാലൻ, ഇവരൊക്കെ ഇതിന്റെ സാരഥ്യം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചവരാണ്. ഇപ്പോൾ ശ്രീമതി ലത പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. വികസനം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രക്രിയയാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല, സമയം പരിമിതമാണ്. എല്ലാ മേഖലയിലും, സാമ്പത്തികമായാലും സാമൂഹ്യമായാലും ആരോഗ്യ മേഖലയിലും എന്തിനേറെ രാഷ്ട്രീയ മേഖലയിലും എല്ലാ മേഖലയിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ വികസന പ്രക്രിയ കടന്നു പോകേണ്ടത്. ഒരു പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുക ഗ്രാമപഞ്ചായത്തിനാണ്. സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി മെമ്പറായി വരുന്നതോടുകൂടി പിന്നീട് പ്രസിഡന്റ് മാറി മാറി സ്ഥാനങ്ങളൊക്കെ വരുന്നു. അവരുടെ കാഴ്ചപ്പാടുകളാണ് ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ വികസന വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും അതിന് കഴിവുറ്റ സ്ഥാനാർത്ഥികളാണ് ഈ പഞ്ചായത്തിൽ 3 കക്ഷികളിലും മറ്റു കക്ഷികളും മത്സരിക്കുന്നത്. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന 3 പേർ 3 വാർഡുകളായതുകൊണ്ട് 3 പേർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കണം. നല്ല നിലയിലേക്ക് നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ വികസന കാഴ്ചപ്പാടുകൾ നമ്മുടെ ഈ പഞ്ചായത്തിന് ഏറെ ഫലഭൂയിഷ്ഠമായ കിഴക്കൻ പ്രദേശത്ത് ഒരു സ്ഥലം, ഒരു പ്രദേശം, ഏതാണ്ട് 45,000 വരുന്ന ജനസംഖ്യ, 29.77 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ കൊച്ചു ഗ്രാമം മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പഞ്ചായത്താണ്, വിസ്തൃതിയേറിയ പഞ്ചായത്താണ്. നേരത്തെ 21 വാർഡുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് 2 കൂടി വർദ്ധിച്ച് 23ലേക്ക് എത്തി നിൽക്കുന്നു. ജനസംഖ്യ 50,000-ലേക്ക് കടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു 45,000. ഈ പഞ്ചായത്തിൽ കർഷകരും അതുപോലെ തന്നെ കൂടുതലും കർഷകരായിരുന്നു. കാർഷിക മേഖലയിൽ നേട്ടങ്ങൾ കൊയ്തവരാണ്. എന്നാൽ ഇന്ന് പഴയതുപോലെ പഴയ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തണം. മൃഗ സംരക്ഷണ മേഖലയിലായാലും മറ്റ് മേഖലയിലായാലും സർക്കാർ ജോലികൾ എല്ലാ മേഖലയിലും വ്യാപരിച്ചു നിൽക്കുന്ന ഒട്ടനവധി പേർ ഈ പഞ്ചായത്തിലുണ്ട്. നിരവധിയായ പ്രവാസികൾ നമ്മുടെ പഞ്ചായത്തിൽ, ബിസിനസ്സുകാർ, നമ്മുടെ നാട്ടിൽ തന്നെ പ്രഗത്ഭരായ, നമ്മുടെ ജില്ലയിൽ അറിയപ്പെടുന്ന ബിസിനസ് സംരംഭങ്ങളിലെ നേതൃത്വം നൽകുന്നവർ ഈ പഞ്ചായത്തിലുണ്ട്. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് പ്രതിനിധികൾ, മെമ്പർമാർ നമ്മുടെ നാടിന് നല്ല വികസന കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് വരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പോർക്കളം മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, രാഷ്ട്രീയമായ വ്യക്തിപരമായ യാതൊരു പരാമർശമില്ലാതെ നമ്മൾ പ്രതികരിക്കുന്ന വാർഡ്, പഞ്ചായത്ത്, അതിന്റെ വികസന കാര്യങ്ങൾ, നമ്മുടെ സർക്കാരുകൾ ചെയ്യുന്ന വികസനം, അത് നേരത്തെ സ്വാഗത ഭാഷ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര ഫണ്ടായാലും സംസ്ഥാന ഫണ്ടായാലും പഞ്ചായത്ത് തനത് ഫണ്ടായാലും എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക അത് അവതരിപ്പിക്കുക, അത് പൊതുജന സമക്ഷം വയ്ക്കുക. അതാണ് ഈ ഗ്രന്ഥാലയം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് പരിപാടിയിലേക്ക് കടങ്ങാം. ആദ്യമായി 20 മിനിറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചു, നറുക്കെടുപ്പിൽ ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ സ്ഥിര സമിതി അധ്യക്ഷനാണ്. അദ്ദേഹത്തെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. 2025 ഡിസംബർ മാസത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ ജനവിധി തേടുന്നത്. ഞാൻ ജനപ്രതിനിധിയായാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഉള്ള കാഴ്ചപ്പാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവർ, അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. മാവിലേരി മുതൽ തുവക്കുന്ന് വരെ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായ ഭൂപ്രദേശമുള്ള ഒരു മണ്ണാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണിൽ അനന്തമായ വികസന സാധ്യതകളാണുള്ളത്. കർഷകരും കർഷക തൊഴിലാളികളും അധ്യാപകരും ഓട്ടോ തൊഴിലാളികളും പ്രവാസികളും അതേപോലെ മറ്റ് കൂലിപ്പണി എടുക്കുന്ന ആളുകളും സർക്കാർ ജീവനക്കാരും ഒക്കെ കൂടി ചേർന്ന ഒരു മണ്ണാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികസന സ്വപ്നം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഞാൻ സൂചിപ്പിച്ച മുഴുവൻ ജനവിഭാഗത്തെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന സ്വപ്നം മാത്രമേ നമുക്ക് ചിന്തിക്കുക പോലും സാധ്യമാവുകയുള്ളൂ. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് നേരത്തെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ ഏറെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു മണ്ണായിരുന്നു. കൃഷിയായിരുന്നു ഈ നാടിന്റെ അടിസ്ഥാന ജീവിതമാർഗം എന്ന് പറയുന്നത്. മണ്ണിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആ കാർഷിക രംഗത്ത് നിന്നും ആളുകൾ പതിയെ പതിയെ പിൻവലിയാൻ തുടങ്ങി. സ്വാഭാവികമായും സർക്കാർ ജോലികളും മറ്റ് ജോലികളുമൊക്കെ അന്വേഷിച്ച് ആളുകൾ മറ്റു മേഖലയിലേക്ക് തിരിയാനും തുടങ്ങി. എങ്കിൽ കൂടിയും മുൻകാലങ്ങളിൽ കൃഷിയെ ഉപജീവനമായി കണ്ടിരുന്ന ഒരു മണ്ണ് എന്നുള്ള നിലയിൽ തന്നെ ഇന്നും വിശാലമായ വയലുകൾ ഉൾപ്പെടെ നിലകൊള്ളുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ തന്നെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന് കാർഷിക മേഖലയിൽ ഇനിയും ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെയും എൻ്റെ മുന്നണിയുടെയും കാഴ്ചപ്പാട്. അതിനെന്ത് വേണമെന്ന് കരുതിയാൽ ഈ കൃഷിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർഷകൻ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടത്തിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ആ കർഷകനെ തന്നെ അതിന്റെ മാർക്കറ്റിംഗ് കൂടി ഏൽപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം കൂടി കർഷകന്റെ തലയിലാവുമ്പോഴാണ് ഇവിടെ പതിയെ പതിയെ കൃഷിയിൽ നിന്ന് ആളുകൾ പിറകോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്ക് രസകരമായി തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു പ്രവാസി, ആ പ്രവാസി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ വീട്ടിലെ ഉമ്മ തൊട്ടടുത്ത ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, മോനെ നല്ലൊരു കൊലയുണ്ട് വീട്ടില്, നീ അത് കൊണ്ടുപോയി തൊട്ടടുത്ത തുവക്കുന്നങ്ങാടിയിലെ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പൈസ ഇങ്ങ് വായിക്കോ, ഇവിടെ വെച്ചാൽ ആരും തിന്നാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊലയുമായി ഈ പ്രവാസിയായ മകൻ തൊട്ടടുത്ത തുവക്കുന്ന ടൗണിലെ കടയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കി അവരോട് ചോദിച്ചു, ഇങ്ങനെ നല്ലൊരു കൊലയുണ്ട്, നിങ്ങൾക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ 3 കൊല പേക്കാറായതുണ്ട്, ഇനി ഇപ്പം കൊലയുടെ ആവശ്യമില്ല. അങ്ങനെ ഏതാണ്ട് കുന്നോത്തുപറമ്പ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ, കല്ലിക്കണ്ടി ടൗൺ ഉൾപ്പെടെ പാറാട് ടൗൺ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം ഈ കൊലയുമായി പോവുകയും അവസാനം ആർക്കും, ഈ ഒരൊറ്റ കടക്കാരനും അന്ന് കൊല ആവശ്യമില്ല. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മ വളരെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു കൊല ഏതായാലും ഒരു സ്വപ്നത്തോടു കൂടി നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് വിൽക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം വേണ്ട എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ആ കൊല കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു തൂക്കവും കണക്കാക്കി കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഞാനിതാ ആ കൊല വിറ്റിട്ട് പൈസ ഇതാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഈ കൊല ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അത് വിൽപ്പന നടത്താനുള്ള ഒരു മാർക്കറ്റ്, അതുമായി കടയിലേക്ക് പോകുമ്പോഴാണ്, മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ കൊലയുടെ വിതരണത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ വിൽപ്പന നടത്താനുള്ള പ്രയാസം അദ്ദേഹം മനസ്സിലാക്കുന്നത്. അനന്തമായ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനിത് തമാശയായി പറഞ്ഞതല്ല.
ഒരു 10-23 കിലോമീറ്റർ യാത്ര ചെയ്താൽ മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്ന വിമാനത്താവളം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിമാനത്താവളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. UDF ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഈ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി. അപ്പൊ ഇതേക്കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തി നോക്കുമ്പോൾ ഏകദേശം 19ഓളം ആളുകൾ, ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള 19ഓളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ അതേപോലെ വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഹോൾസെയിൽ വെജിറ്റബിൾ ഡീലർമാരാണ്. വിദേശ രാഷ്ട്രങ്ങളിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന പ്രധാനപ്പെട്ട ഹോൾസെയിൽ ഡീലർമാരായ 19 ആളുകൾ ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുണ്ട്. ഈ ആളുകളിൽ പലരുമായി ഞങ്ങൾ സംസാരിച്ചു, ചിലരുമായി ഫോണിലും സംസാരിച്ചു. ഇപ്പൊ പറഞ്ഞത്, ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു 5-6 ഇരട്ടി വില കർഷകന്റെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രവാസികളായിട്ടുള്ള ഹോൾസെയിൽ ഡീലർമാർ, വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. UDFന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുന്നോത്തുപറമ്പിന്റെ ബ്രാൻഡിലായി, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ബ്രാൻഡിലായി ഇത്തരത്തിലുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും വിദേശ രാഷ്ട്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനും അതുവഴി കർഷകരുടെ ജീവിത നിലവാരം, ജീവിത വരുമാനം മെച്ചപ്പെടുത്താനുമുള്ള ഇടപെടൽ UDFന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ആ സാധ്യതകളെ കുറിച്ച് UDF കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കർഷകൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാർഷിക മേഖലയിലെ ഇടപെടലുകൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വർഷാവർഷം നൽകുന്ന 10-15 വാഴക്കന്നിൽ ഒതുക്കി നിർത്തേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് UDFന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകരെ ഉപയോഗിച്ച് കർഷകരുടെ വീടുകളിലെ മക്കൾ, അതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലെ മക്കൾ അവര് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങളൊരു മാതൃകയായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 12ാം വാർഡിൽ, കണ്ണങ്കോട് വാർഡിൽ ഞങ്ങളുടെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ ഫൈസൽ കുലോത്തിന്റെ നേതൃത്വത്തിൽ ചെറിയൊരു പരിശ്രമം, ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് ആ കണ്ണങ്കോട് ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് നടത്തി നോക്കുമ്പോൾ വലിയ വിപ്ലവാത്മകമായ റിസൾട്ടാണ് അതിനുണ്ടായിട്ടുള്ളത്. ആ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച മഞ്ഞള് തൊട്ടടുത്ത സ്കൂളുകളിൽ അടക്കം അവിടുത്തെ പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാർഷിക മേഖലയിൽ ആധുനിക കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരിടപെടലാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDFന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരിടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. എനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ മക്കളെങ്കിലും നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കട്ടെ എന്ന ഒരു ആധുനിക കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. അതിൽ സാമ്പത്തികമായി എത്ര ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളാണ് പോലും മക്കൾക്കുള്ള ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇന്നും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് 2 പേർക്ക് പാറാട് കാനറ ബാങ്കിൽ നിന്ന് ഒരു ലോൺ ലഭിക്കേണ്ട ആവശ്യത്തിന് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ടിയിരുന്നു. അത് ആലോചിച്ചപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആലോചനയിൽ വന്നത്, വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിൽ ഒരു രോഗിയുടെ രോഗം കൊണ്ട് വല്ലാത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു കുടുംബം, ആ ഒരു പ്രയാസത്തിന്റെ ഇടയിലും മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മക്കളെ ഒരു നല്ലൊരു റിസൾട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമുക്ക് വേണം. SSLC പാസ്സാവുന്നു, +2 പാസ്സാവുന്നു, ഡിഗ്രി പാസ്സാവുന്നു, PG പാസ്സാവുന്നു എന്നതിനപ്പുറം ഈ കുട്ടികളെ ഒരു നല്ല പ്രൊഫഷണലുകളായി പുറത്തേക്ക് വിടാൻ, അവരുടെ ജീവിത മാർഗമായി നല്ല ഒരു ജോലിയിലേക്ക് കൈപിടിച്ചുയർത്താൻ ആവശ്യമായ ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MLA അദ്ദേഹം ഒരു സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചു. ആ സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ച്
കൃത്യം 2 വർഷക്കാലം കഴിയുമ്പോഴേക്ക് ഒരു പിടി ആളുകളെയാണ് സിവിൽ സർവീസിന്റെ ഉന്നത മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി കഴിഞ്ഞത്. അവരുടെ ആ ഒരു ഇന്റർവ്യൂ, ആ സിവിൽ സർവീസ് നേടിയ കുട്ടികളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അവരുടെ അന്ന് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സിവിൽ സർവീസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെയാണ് സിവിൽ സർവീസ് അക്കാദമി വഴി സിവിൽ സർവീസിന്റെ ഉന്നത സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി സാധിച്ചത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്, UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അതിന് പ്രവാസി മലയാളികളുടെ ഉൾപ്പെടെ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് സൗജന്യമായി നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഒരു സൗജന്യ സിവിൽ സർവീസസ് അക്കാദമി ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ യാഥാർത്ഥ്യമാക്കും. അതോടൊപ്പം തന്നെ PSC കോച്ചിംഗ് സെന്ററുകൾ മക്കളെ സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ചുയർത്തണമെങ്കിൽ PSC പരീക്ഷ പാസ്സായേ മതിയാവൂ. PSC പരീക്ഷ പാസ്സാവണമെങ്കിൽ നല്ല തീവ്രമായ പരിശീലനം PSC പരീക്ഷ സംബന്ധമായിട്ടുണ്ടാവണം. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭരണം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ചെറുപ്പറമ്പ്, തൂവക്കുന്ന്, അതേപോലെ തന്നെ പാറാട്, ചെണ്ടയാട് 4 മേഖലകൾ കേന്ദ്രീകരിച്ച് സൗജന്യമായി താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു PSC കോച്ചിംഗ് സെന്റർ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ലഭിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. കായിക രംഗത്ത് വലിയ ഇടപെടലിന് സാധ്യതയുള്ള ഒരു മണ്ണാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെത്. പലപ്പോഴും കേരളോത്സവത്തിന്റെ ഉൾപ്പെടെയുള്ള പരിപാടികളുടെ ഒരു സംഘാടകരായി ജനപ്രതിനിധി എന്നുള്ള നിലക്ക് കഴിഞ്ഞ 5 വർഷക്കാലവും നിലകൊള്ളുമ്പോൾ നമ്മുടെ കായിക ഗ്രൗണ്ടിന്റെ പരിമിതികൾ ഒരു വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മത്സരം സംഘടിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ പല മത്സരങ്ങളും നമ്മുടെ ഗ്രൗണ്ടിന്റെ അവസ്ഥ കാരണം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നില്ല. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിലുള്ള സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജുകളിലും അതേപോലെ സ്വകാര്യ ടർഫുകളിലും ഉൾപ്പെടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഈ കുട്ടികളുടെ കേരളോത്സവം അല്ലെങ്കിൽ യുവാക്കളുടെ കേരളോത്സവം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുന്നു. അനന്തമായ വികസന സാധ്യതയുള്ള ഒരു സ്റ്റേഡിയം EMS മിനി സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് പാറാട്ടുണ്ട്. ആ പാറാട് സ്റ്റേഡിയം അത്യാധുനിക രീതിയിൽ നവീകരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ നമ്പർ 1 സ്റ്റേഡിയമാക്കാൻ ഫ്ലഡ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപിച്ച് അത്യാധുനിക സൗകര്യമുള്ള സ്റ്റേഡിയമാക്കി മാറ്റാൻ UDFന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്. അതേപോലെ പാറാടും ചെണ്ടയാടും കേന്ദ്രീകരിച്ച് 2 സ്പോർട്സ് ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന ഉറപ്പും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നൽകുകയാണ്. ആരോഗ്യരംഗത്ത് ഒരുപാട് സാധ്യതകൾ ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുണ്ട്. നമുക്കൊരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉണ്ട്, നിള്ളങ്കലിലാണ്. നല്ല സൗകര്യമുള്ള കെട്ടിടം അവിടെയുണ്ട്. പക്ഷെ ആ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ആ FHCയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും 50-60 ആളുകളാണ് ദിവസേന OPയിലേക്ക് എത്തുന്നത്. നമ്മുടെ തൊട്ടടുത്ത തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലും ചെക്കിയാട് പഞ്ചായത്തിലും മുകേരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലൊക്കെയുള്ള FHCയിൽ 250-300 ആളുകൾ OPയിലെത്തുമ്പോഴാണ് നമ്മുടെ FHCക്ക് പരിമിതിയുള്ളത്. ആരെയും മോശം കൊണ്ടല്ല, കുറച്ച് ദൂര സ്ഥലത്ത് ആളുകൾക്ക് എത്തിപ്പെടാൻ അസൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ആ FHC സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അതിനുള്ള ഒരു പരിഹാര മാർഗം 1-2 തവണ ഭരണസമിതിയിൽ ഞാൻ ആ സംഭവം അവതരിപ്പിച്ചിരുന്നു. KSRTCയുടെ ഒരു ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് KSRTCയുടെ ഒരു ബസ് സർവീസ്, അതിന്റെ ഡ്രൈവറുടെ ശമ്പളവും കണ്ടക്ടറുടെ ശമ്പളവും KSRTC വഹിക്കും. അതിന് പകരമായി യാത്രക്കാർ സാധാരണ ബസ്സിന് നൽകാറുള്ളത് പോലെ ടിക്കറ്റ് യാത്രാ നിരക്ക് നൽകണം. പകരം അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാം. ഈ ബസ്സിന് വരുന്ന ഡീസലിന്റെ ചെലവ് ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കണം. നാദാപുരം ഗ്രാമപഞ്ചായത്ത് KSRTC ഗ്രാമവണ്ടി എന്ന പേരിൽ ആ സംവിധാനം പൂർത്തീകരിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അതേ മാതൃകയിൽ നമ്മുടെ FHCയിലേക്ക് രോഗികൾക്ക് യാത്ര ചെയ്യാൻ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ KSRTCയുടെ ഒരു ഗ്രാമവണ്ടി ഞങ്ങളുടെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ഡോക്ടർമാർ ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ 100ലേക്ക് പോലും എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. അത്രയ്ക്ക് ഡോക്ടർമാർ ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുണ്ട്. അവരിൽ പലരും മാസത്തിൽ 2-3 ദിവസത്തെ ലീവിനേക്ക് നാട്ടിൽ വരുന്നുണ്ട്. അവരൊരു സോഷ്യൽ സർവീസ് എന്നുള്ള നിലക്ക് നമുക്ക് സേവനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. ആദ്യമായി ഡോക്ടർമാരുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഈ ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
ഓരോ മാസത്തിലും ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ 3-4 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ 3-4 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതേപോലെ വയോജനങ്ങളുടെ സേവനത്തിന്, വയോജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായ ഇടപെടൽ. വയോജനങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു മാനസികമായ ഉല്ലാസമാണ്. ഓരോ വർഷവും ഒരു 50 ആളുകൾക്ക് പഞ്ചായത്തിന്റെ തനത് ഫണ്ടും അതേപോലെ തന്നെ ഈ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് ഒരു 50 പേർക്ക് വിമാന യാത്രക്കുള്ള സൗകര്യം, ഇതുവരെ വിമാനത്തിൽ കയറാത്ത വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു വർഷം 50 പേർക്ക്, അങ്ങനെ 5 വർഷം കൊണ്ട് 250 പേർക്ക് വിമാന യാത്രക്കുള്ള ഒരു സൗകര്യം ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് വിശാലമായ ഒരു സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ബഡ്സ് സ്കൂളും അവിടെ ഒരു അംഗനവാടിയും വയോജന കേന്ദ്രവും, അതിനോട് ചേർന്ന് ഇനിയും നല്ലൊരു സൗകര്യം അവിടെ ബാക്കി കിടപ്പുണ്ട്. ആ പ്രദേശത്ത് നല്ലൊരു മനോഹരമായ ചിൽഡ്രൻസ് പാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരം കളിച്ചുല്ലസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക്, അതിന്റെ നടത്തിപ്പ് കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കൊരു വരുമാനം ഉറപ്പാക്കുകയും നമ്മുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതേക്കുറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷം ഈ പൊതുജന സഹകരണത്തോടുകൂടി തൊഴിലുറപ്പും പഞ്ചായത്തും ഞങ്ങളും എന്ന പേരിൽ ഒരു വർഷം 5 കോൺക്രീറ്റ് റോഡുകൾ ഒരു വാർഡിൽ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ ഒരൊറ്റ സമയം, അതേസമയം 5 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 500 കോൺക്രീറ്റ് റോഡുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതിയും UDF ആലോചിക്കുന്നു. അതേപോലെ ആപ്ലിക്കേഷൻ, നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ടെക്നോളജി വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർക്കൊന്നും ഇപ്പൊ മുമ്പത്തെ പോലെ കച്ചവടങ്ങളില്ല. ഓട്ടോ തൊഴിലാളികൾക്ക് മുമ്പത്തെ പോലെ ഓട്ടോ ലഭിക്കുന്നില്ല. എന്താ ഇതിനൊക്കെ കാരണം? ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്, മറ്റുള്ള ആളുകൾക്ക് വളരെ പരിമിതമായി പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ആദ്യഘട്ടത്തിൽ റെസ്റ്റോറന്റ് മേഖലയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കുമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അവർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഓട്ടം ലഭിക്കുന്നതിനും അതേപോലെ ബിസിനസ് ലഭിക്കാനും അതേസമയം ഉപഭോക്താക്കളായുള്ള നമുക്ക് ആ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാവാനുമുള്ള ഒരു ആപ്ലിക്കേഷന്റെ സാധ്യത ഈ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ UDF ആഗ്രഹിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുക എന്നതാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം. NDA അധികാരത്തിൽ വന്നാൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസിത പഞ്ചായത്തായി മാറണമെങ്കിൽ NDA തന്നെ ഇവിടെ അധികാരത്തിൽ വരേണ്ടതുണ്ട്. വികസിത കേരളം, മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര വികസന പദ്ധതികൾ നമ്മൾ തന്നെ പഞ്ചായത്തിൻ്റെ മാതൃകയാക്കി മാറ്റും. ഒട്ടനവധി ജനകീയ പദ്ധതികൾ കഴിഞ്ഞ 11 വർഷക്കാലയളവിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കിസാൻ സമ്മാൻ നിധി, കേരളത്തിൽ തന്നെ 32 ലക്ഷത്തിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നു. ഇപ്പോഴും അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 2018 കാലയളവിൽ ആ ഭൂമി ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് തീർച്ചയായും കിസാൻ സമ്മാൻ നിധി ലഭിക്കും. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടവും. പ്രധാനമന്ത്രിയുടെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാവപ്പെട്ട അമ്മമാർക്ക് ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ, സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം,
ലോകത്തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നതും നമ്മുടെ നരേന്ദ്രമോദി സർക്കാരാണ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ കുന്നോത്തുറുമ്പ് ഗ്രാമപഞ്ചായത്ത് NDA ഭരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നേരിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ജനങ്ങൾക്ക് ജനക്ഷേമ പദ്ധതികൾക്കായി ഏറ്റവും നല്ല മാതൃക തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. ഇതൊക്കെ നേടണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ നമ്മുടെ പഞ്ചായത്തും NDA ഭരിക്കണം. എന്ന് വെച്ചാൽ ഒരു ട്രിപ്പിൾ എൻജിൻ സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ജനക്ഷേമ പദ്ധതികൾ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന രൂപരേഖ പ്രഖ്യാപിക്കും. സുതാര്യത ഉറപ്പുവരുത്താൻ വർഷം തോറും വികസന റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. മോദി സർക്കാരിന്റെ പദ്ധതികൾ തടസ്സം കൂടാതെ 100% ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കും. അതോടൊപ്പം പഞ്ചായത്തിൽ അതിനായിട്ടുള്ളൊരു ഹെൽപ്പ് ഡെസ്ക് തന്നെ ഞങ്ങൾ ആരംഭിക്കും. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച ചികിത്സാ രീതികൾ ഞങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം അവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ FHC എവിടെയാണ് നിലനിൽക്കുന്നത്? നെല്ലങ്കലാണ്. അവിടെ എത്താനുള്ള യാത്രാ സൗകര്യ കുറവ് മൂലമാണ് ആൾക്കാർ എത്തുന്നത് കുറവായത്. പല FHCയിലും ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. നമുക്ക് എത്താൻ യാത്രാ സൗകര്യ കുറവാണ്. തീർച്ചയായും നമ്മളുടെ സർക്കാർ വരികയാണെങ്കിൽ ഫ്രീ ആയി എല്ലാവർക്കും അവിടെ എത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തും. തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് തൊഴിലുറപ്പ് പദ്ധതി. അത് കാര്യക്ഷമമാക്കും. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൽ വർഷങ്ങളിൽ ഒരു വാർഡുകളിൽ ഒരു കോൺക്രീറ്റ് റോഡെങ്കിലും തീർച്ചയായും കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ജനകീയ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിന് സ്ഥലമെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടി എല്ലാ ഭൗതിക സാഹചര്യങ്ങളോടും കൂടി പഞ്ചായത്തിൻ്റെ കെട്ടിടം നിർമ്മിക്കും. അതുപോലെ തെരുവ് നായ ശല്യം നമുക്കറിയാം. എൻ്റെ വാർഡിൽ തന്നെ ഒരുപാട് പേർക്ക് തെരുവ് നായ ശല്യം പറ്റിയിട്ടുണ്ട്. ഒന്നും ചെയ്തുകൂടാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ആ സമയത്ത് കടന്നുപോയത്. അതിനു വേണ്ട നടപടികൾ എടുക്കുകയും അതിനുള്ള ഷെൽട്ടർ സ്ഥാപിക്കുകയും ചെയ്യും. കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തും. ക്ഷീര കർഷകർക്ക് അതുപോലെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് ആസൂത്രണം ചെയ്യും. തരിശുഭൂമി ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷിക്ക് ഏറ്റവും നല്ല വിത്തിറക്കി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും. കാർഷിക പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുകയും അത് വിൽപ്പന നടത്താനുള്ള നല്ലൊരു മാർക്കറ്റ് ആഴ്ചതോറും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. കാർഷിക വിളകൾ നമ്മുടെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള വിത്തുകൾ, നല്ല ഇനം വിത്തുകൾ നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കും. അതുപോലെ ഡ്രെയിനേജ് സംവിധാനം നടപ്പാക്കി റോഡുകൾ സംരക്ഷിക്കും. ചെമ്മരോട്ട് പാലം അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുകയും ജനങ്ങൾക്ക് പോകാനുള്ള
അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യും. വൈദ്യുതി ലൈൻ വിപുലീകരിച്ചുകൊണ്ട് മുഴുവൻ റോഡുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. ഗ്രാമപഞ്ചായത്തിന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്തിൽ എത്രയിടങ്ങളിൽ ശൗചാലയങ്ങളുണ്ടെന്ന് പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കുന്നോത്തുറമ്പ് ഈ ഒരു ടൗണിൽ തന്നെ ആയാൽ പോലും നമുക്ക് ശൗചാലയങ്ങളില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥല പരിമിതി കുറവാണെങ്കിൽ പോലും. എന്നിരുന്നാലും ഞങ്ങളുടെ ഭരണം വരികയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടികൾ സ്വീകരിച്ച് സ്ഥലം ഏറ്റെടുത്ത് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും. പാതി വഴിയിലായ നമ്മുടെ ജൽജീവൻ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് മുഴുവൻ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കും. കേന്ദ്ര പദ്ധതിയിൽ സുജലം പദ്ധതി ഉപയോഗിച്ച് പുഴകളും തോടുകളും ശുചീകരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ശുചലം പദ്ധതിയിൽ കൊളവല്ലൂർ പുഴ അനുവദിച്ച തുക നമുക്ക് ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. അത് മുഴുവൻ നമ്മുടെ സർക്കാർ വരികയാണെങ്കിൽ മുഴുവൻ ചെലവഴിച്ച് അതിനുള്ള സംരക്ഷണം നൽകും. അതുപോലെ നമ്മുടെ കൗവേരിക്കുളം, അതിനും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചെങ്കിലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 25% നമ്മുടെ ഫണ്ടും ലാപ്സായിപ്പോയി. എന്നിരുന്നാലും നമ്മുടെ ഒരു ഭരണം വരികയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഞാൻ മെമ്പറായി ഇവിടെ വന്നതാണ്. ഇതുപോലെ ഒരു വേദി എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പറയാനുമുണ്ട്. പക്ഷേ എനിക്കത് പെട്ടെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വികസന പ്രവർത്തനം NDAക്ക് കിട്ടുകയാണെങ്കിൽ 100% ആത്മാർത്ഥതയോടും അതോടൊപ്പം ഒരു തരത്തിലുള്ള അഴിമതിയും കാണിക്കാതെ നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ള PK മുഹമ്മദ് അലി, സുജില, ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഈ നാട്ടിലെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇത്തരമൊരു വേദിയിൽ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചു എന്നതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായ എന്ന നിലയിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ ഇനി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും ഇങ്ങനെ ഒരു വേദി കിട്ടിയത് ഏറെ സന്തോഷകരമായുള്ള കാര്യമാണ്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 5 വർഷക്കാലം അവിടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഒരു തവണ പോലും ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്തുനിന്ന് അവിശ്വാസത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ എന്ന് പറയുന്നത്, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, സ്ഥലപരിമിതി കൊണ്ട്
പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു നമ്മുടെ പഞ്ചായത്ത്. കെട്ടിടത്തിൻ്റെ സ്ഥലപരിമിതി ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ 5 വർഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്തിനനുസരിച്ച് കുറെ കൂടി ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം നമുക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഒരു സ്വന്തം സ്ഥലം കണ്ടെത്തുക എന്നത്. 36,75,000 രൂപ പിരിച്ചെടുത്ത് 24.5 സെന്റ് സ്ഥലം നമ്മളവിടെ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഒരു 2 വർഷത്തിനു മുമ്പായിട്ട് തന്നെ ഏറ്റവും ആധുനിക രീതിയിലൊരു കെട്ടിട സമുച്ചയം നമ്മളെടുത്ത സ്ഥലത്ത് ഉയർത്തി കൊണ്ടുവരും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കാണ്. മറ്റൊന്ന്, ഇവിടെ ചെമ്മരോട്ട് പാലം അതിൻ്റെ സാങ്കേതികമായുള്ള അനുമതിയെല്ലാം കിട്ടുന്നതിൽ വന്നില്ല തടസ്സം. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ വേഗം ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയും. അതിനാവശ്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്കുള്ള കായികക്ഷമതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ള പാറാട് ഇൻഡോർ സ്റ്റേഡിയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ 2 മാസത്തിനുള്ളിൽ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടത്തി അത് കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള 3 സർക്കാർ സ്കൂളുകൾ, ഒന്ന് കല്ലറക്കൽ, മറ്റൊന്ന് തുവക്കുന്ന്, അതുപോലെ തന്നെ കൈവേലിക്കൽ ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ ഒരു പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിക്കൊണ്ട് 1 വർഷക്കാലം കൊണ്ട് കൈവേലിക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ തുവക്കുന്ന് ഗവൺമെന്റ് LPക്ക് ജനകീയ പങ്കാളിത്തത്തോടുകൂടി സ്ഥലമെടുക്കാൻ ആവശ്യമുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കിളിയൂന്നിക്കുന്നിലെടുത്തിട്ടുള്ള വാതക ശ്മശാനം അതിൻ്റെ ഈ സാങ്കേതികമായ അനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നിർദ്ദിഷ്ട സ്ഥലത്ത് അതിവേഗം വാതക ശ്മശാനം പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ ആഘോഷങ്ങൾ നടത്താൻ ഇപ്പോൾ വലിയ സ്ഥലപരിമിതി നമ്മൾ അനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും വിവാഹം ഉൾപ്പെടെയുള്ള പൊതു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിൽ ഒരു കൺവെൻഷൻ സെന്റർ അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും 5 വർഷത്തിനകം ഒരു കൺവെൻഷൻ സെന്റർ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മിനി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള പരിമിതികൾ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടി അത് വിപുലീകരിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. ചെണ്ടയാട് ഒരു മിനി സ്റ്റേഡിയം കൊണ്ടുവരാൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചിറ്റാരത്തൊടിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഓപ്പൺ ജിംനേഷ്യം അത് വളരെ വേഗം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള ഇടപെടൽ ഓപ്പൺ ജിമ്മിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുമെന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ എല്ലാ വാർഡിലും നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടുകൂടി 10 സെന്റിൽ കുറയാത്ത കളിസ്ഥലങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ സംഘടിപ്പിക്കുമെന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നാടൻ കലകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു കലാഗ്രാമം സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു തരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചെണ്ടയാട് മേഖലയിൽ ഉള്ള മല്ലശ്ശേരിക്കുളം അതൊരു ഗ്രാമീണ ടൂറിസമാക്കുന്നതിനാവശ്യമായുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ലഘു അമ്യൂസ്മെന്റ് പാർക്ക് അവിടെ കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്.
അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കുന്നോത്തുപറമ്പ് കാർഷിക മേഖലയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ പുതിയ കാലത്ത് കർഷകർ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പഠിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു നമ്മുടെ കൃഷി ഓഫീസിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൃഷി കുറെ കൂടി ആദായകരമായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു കാർഷിക വികസന പരിപാടി നമ്മൾ സംഘടിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു തേൻ ഗ്രാമം പദ്ധതി നടപ്പിലാക്കും. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രാൻഡഡ് മഞ്ഞൾ ഗ്രാമം പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ കുന്നോത്തുപറമ്പിൽ പഞ്ചായത്തിൽ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല മുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ തരത്തിൽ നമ്മുടെ ഒരു സമഗ്രമായുള്ള കാർഷിക നയം നമ്മുടെ പഞ്ചായത്തിനകത്ത് രൂപീകരിച്ച് പോകും എന്നാണ് അത് സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റോഡുകൾ, അതുപോലെ തന്നെ വെളിച്ചം. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും മുന്തിയ പരിഗണനയാണ് റോഡുകൾക്കും അതുപോലെ തന്നെ വെളിച്ചവും എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്ത് നടത്തിയത്. പക്ഷേ ജലജീവൻ വന്നതോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട പല റോഡുകളും പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ട് പൊട്ടിപ്പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ ജലജീവന്റെ ഭാഗമായിട്ട് പൊളിഞ്ഞിട്ടുള്ള എല്ലാ റോഡുകളും പുനർനിർമ്മിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. അതുപോലെ തന്നെ നല്ല നിലയിൽ റോഡുകൾ പരിപാലിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. എല്ലാ മേഖലയിലും തെരുവ് വിളക്കുകൾ ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്നതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളും, കുറേ ടൗണുകൾ ഇപ്പോൾ ഞങ്ങൾ സൗന്ദര്യവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ടൗണുകളും സൗന്ദര്യവൽക്കരിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, സാമൂഹ്യ നീതി നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. അതിനാവശ്യമായ നിലയിൽ സ്വാതന്ത്ര്യ പരിചരണം, ഭിന്നശേഷി സൗഹൃദം, വയോജനങ്ങൾക്ക് ഉയർന്ന പരിഗണന, അതിദാരിദ്ര്യം തിരിച്ചു വരാതിരിക്കാൻ ആവശ്യമുള്ള മൈക്രോ പ്ലാനിംഗ്, സ്ത്രീ സുരക്ഷ, പാർപ്പിട പദ്ധതി, അത് ലൈഫ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമുക്കൊരു ഫ്ലാറ്റ് സമുച്ചയം ഉൾപ്പെടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുമെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പാകെ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇലക്ട്രോണിക് വില്ലേജ് നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനകത്ത് സ്ഥാപിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ഉദ്ദേശിച്ചാണ് ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിപണനം, അതുപോലെ തന്നെ റിപ്പയർ, പരിശീലന കേന്ദ്രം, ഡെക്കറേഷൻ, ബൾബ് നിർമ്മാണം, പണിയായുധങ്ങൾ വാടകയ്ക്ക് നൽകുക ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു ഇലക്ട്രോണിക് വില്ലേജ് സ്ഥാപിക്കുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു പരിപാടി. ആരോഗ്യ മേഖല സംബന്ധിച്ച് മികച്ച പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തിയുള്ളത്. അത് കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതിനുവേണ്ടി മാറാരോഗം തുടക്കത്തിൽ കണ്ടെത്താൻ ആവശ്യമുള്ള പദ്ധതികൾ, ജീവിതശൈലി രോഗനിയന്ത്രണം, ഹെൽത്ത് കാർഡ് ഉൾപ്പെടെ നടപ്പിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് മുഴുവൻ ആളുകളെയും പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഹെൽത്ത് കാർഡ് നൽകാൻ ആവശ്യമുള്ള ഇടപെടൽ നടത്തും. ആശാപ്രവർത്തകർക്ക് സൗജന്യ യൂണിഫോം ഉൾപ്പെടെ നൽകുന്ന പദ്ധതികൾ ആരോഗ്യ മേഖലയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. ശുചിത്വ പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 42 ഹരിതകർമ്മസേനാംഗങ്ങൾ നടത്തുന്ന ഏറ്റവും സുത്യർഹമായിട്ടുള്ള സേവനം നമ്മുടെ ജില്ലക്ക് തന്നെ അഭിമാനമായുള്ളൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്ത്. ഇനിയും നല്ല നിലയിൽ നമ്മുടെ 10,000-ഓളം വരുന്ന വീടുകളിൽ കുറെ കൂടി ഫലപ്രദമായ നിലയിൽ നമുക്ക് ഈ ശുചിത്വ പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ ആവശ്യമുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. വിദ്യാഭ്യാസം, കലാ സാംസ്കാരിക മേഖലയിൽ സമഗ്രമായുള്ള പദ്ധതികൾ നടപ്പിലാക്കും. വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, പരിപാടികൾ സംഘടിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോൾ 32 അംഗനവാടികളുണ്ട്. കുറേയധികം അംഗനവാടികൾ, ഏറ്റവും നല്ല ഹൈടെക് അംഗനവാടികൾ ഇപ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. 3 അംഗനവാടികൾക്കാണ് ഇപ്പോൾ സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്തത്. അതിലൊരു അംഗനവാടിക്ക് സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. വളരെ വേഗം 3 അംഗനവാടികൾക്കും സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവുമുള്ള ഏറ്റവും ഹൈടെക് അംഗനവാടികളാക്കിയിട്ട് നമ്മുടെ മേഖലയിലെ 32 അംഗനവാടികളെയും മാറ്റി തീർക്കുമെന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ, നമ്മുടെ അർഹതപ്പെട്ടവർക്കെല്ലാം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഒരുപക്ഷെ
നമ്മുടെ വലിയ നിലയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചില നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നുകൊണ്ട് പെൻഷൻ കിട്ടാത്ത സാഹചര്യമുണ്ട്. എങ്ങനെ അതിനെ മറികടന്നുകൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നെ സംബന്ധിച്ചുള്ള സമഗ്രമായുള്ള പദ്ധതികൾ ഞങ്ങൾ സംഘടിപ്പിക്കും. നമ്മുടെ കണ്ണങ്കോട് കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രവർത്തനം അത് പുരോഗമിച്ചു വരികയാണ്. ഒരു 3 മാസത്തിനുള്ളിൽ അതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കഴിയും. ചെണ്ടയാടും അതുപോലെ തന്നെ പുത്തൂരും അതുപോലെ തന്നെ കൊള്ളവല്ലൂരും 2 വില്ലേജുകളിലായിട്ട് പകൽ വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. അതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കും. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമുള്ള പരിശ്രമം ഉണ്ടാകും. തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് 100 ദിവസമെങ്കിലും തൊഴിൽ ലഭിക്കുമെന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനാവശ്യമായ പദ്ധതികൾ സംഘടിപ്പിക്കും. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് എല്ലാ വാർഡിലും വായനശാല ഗ്രന്ഥാലയങ്ങൾ സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ ഒരു പുസ്തക വായനയുടെ നാടായിട്ട് നമ്മുടെ നാടിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തക വണ്ടി ആഴ്ചയിൽ 1 ദിവസം എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ സഞ്ചരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളെ അതിൽ താല്പര്യമുള്ളവരാക്കുന്ന അവർക്ക് ജോലി നേടുന്നതിനു വേണ്ടി അതിനാവശ്യമായ ഒരു അക്കാദമി നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇപ്പൊ ചില പ്രയാസങ്ങൾ കാരണം നമ്മുടെ മരണം അതുപോലെ തന്നെ ജനനം രജിസ്റ്റർ ചെയ്ത ചില ഫയലുകൾ അവിടെ നിന്ന് കിട്ടാത്ത പ്രയാസമുണ്ട്. അത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ നടത്തിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവിടെ നഷ്ടപ്പെട്ടു പോയാൽ ഫയലുകൾ നമുക്ക് പുനഃക്രമീകരിക്കാൻ ആവശ്യമായ ഒരു കാര്യം നമുക്കിപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതി വന്ന ഉടനെ തന്നെ ഒരു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ രേഖകളെല്ലാം പുതുക്കാൻ ആവശ്യമുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഒട്ടേറെ വികസന കാഴ്ചപ്പാടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന 2025-30 വർഷക്കാലത്തേക്ക് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാകണം. അത് നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വികസന കാഴ്ചപ്പാട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ സായം സദ്യയിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾ നാളെ ജനപ്രതിനിധികളായി നമ്മെ ഭരിക്കേണ്ടവർ, നമ്മളെ നയിക്കേണ്ടവർ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഇവിടെ അവതരിപ്പിക്കുക. ഓരോരുത്തർ പ്രസക്തമായ ഭാഗത്തുകൂടി കടന്നുപോയുകൊണ്ട് നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യം സംസാരിച്ചത് മുഹമ്മദ് അലി, UDFന്റെ പ്രതിനിധിയായി മുഹമ്മദ് അലി പറയുന്നു. കൃഷിക്ക് ഊന്നൽ നൽകിക്കൊണ്ട പദ്ധതികൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിന് വിപണി കണ്ടെത്താനുള്ള പ്രയാസങ്ങൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു, ഉദാഹരണ സഭ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനായി പ്രവാസികളുടെ സഹായത്തോടുകൂടി അതിൻ്റെ സാധ്യത തേടുകയും ഇവിടെയുള്ള കാർഷിക വിളകൾ അത് കയറ്റുമതി ചെയ്യാനുള്ള പഠനം നടത്തി കഴിഞ്ഞു, അത് നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം നമുക്ക് തന്ന ആദ്യ വാഗ്ദാനം. വിദ്യാഭ്യാസ മേഖലയിൽ സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിച്ചുകൊണ്ട് PSC പരിശീലനം ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന മറ്റൊരു പദ്ധതി അദ്ദേഹം അവതരിപ്പിച്ചു. കായിക മേഖലയിൽ പറാട് EMS മിനി സ്റ്റേഡിയം അത്യാധുനിക രീതിയിൽ നവീകരിക്കും. അതുപോലെ തന്നെ ചെണ്ടയാട് ഒരു സ്പോർട്സ് ഹബ് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നു. നിള്ളങ്ങലിലുള്ള ഫാമിലി ഹെൽത്ത് സെന്റർ, അവിടെ KSRTC ഗ്രാമവണ്ടി ആ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള വിദൂരങ്ങളിലുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തികളിലുള്ളവരെ അവിടെ എത്തിക്കാനുള്ള, സൗജന്യമായി എത്തിക്കാനുള്ള സംവിധാനം അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്ന് പറയുന്നു. ഡോക്ടർമാർ ഏറെയുള്ള ഒരു പഞ്ചായത്ത് എന്ന രൂപത്തിൽ അദ്ദേഹം 100-ലേറെ ഡോക്ടർമാർ ഈ പഞ്ചായത്തിൽ ഉണ്ടെന്ന് കണക്കെടുത്ത് പറയുന്നു. അവധിക്കാലങ്ങളിൽ ഡോക്ടർമാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഴ്ചയിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അദ്ദേഹം നമ്മളെ മുൻപിൽ വാഗ്ദാനമായി വെക്കുന്നു. വയോജനങ്ങൾക്ക് വർഷം 50 പേർക്ക് എന്ന രൂപത്തിൽ അവർക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വിമാനയാത്ര അദ്ദേഹം ഇവിടെ വാഗ്ദാനമായി ഇവിടെ വെച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂൾ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക്
അവിടെ നടത്തിപ്പ് കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് അവയ്ക്ക് ഒരു വരുമാന മാർഗം കൂടി കണ്ടെത്തുമെന്ന് പറയുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റ് റോഡ്, ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ സേവന മേഖല കുറച്ച് വിപുലപ്പെടുത്തുവാനും അതുപോലെ തന്നെ അതിലേക്ക് യാത്രക്കാർക്ക് എളുപ്പം അവരിൽ തേടിയെത്താൻ കഴിയുന്ന ഒരു ആപ്പ് രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ചെറുകിട വ്യവസായ സംരംഭത്തിന് ലൈസൻസ് ലഭിക്കാൻ ഉള്ള നടപടികൾ കൂടുതൽ ലളിതമാക്കാനുള്ള പദ്ധതി ഏറെ പ്രസക്തമായത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. നല്ല വികസന കാഴ്ചപ്പാടോടുകൂടി 3 പേരും അവതരിപ്പിച്ചു എന്നെടുക്ക് ഓർപ്പെടുത്തിയാണ്. രണ്ടാമത് വന്നത് NDAയുടെ പ്രതിനിധി, നിലവിൽ മെമ്പർ കൂടിയായ T. സുജിലയാണ്. കേന്ദ്ര പദ്ധതികൾ, നിരവധിയായ കേന്ദ്ര പദ്ധതികൾ പഞ്ചായത്തുകളിൽ മെമ്പറായി തുടരുകയാണെങ്കിൽ ആ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് ആമുഖമായി അവർ പറഞ്ഞു. കേന്ദ്ര വികസന പദ്ധതികൾ 11 വർഷക്കാലം പഞ്ചായത്തുകളിൽ ലഭിച്ചിട്ടുണ്ട്. അത് മെമ്പറാവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലും അവ ഒരു തടസ്സമില്ലാതെ എത്തുമെന്ന് പറയുന്നു. കിസാൻ സമ്മാൻ നിധി, ജനൌഷധി പോലുള്ള പദ്ധതികൾ, മരുന്നുകൾ എത്തിക്കുന്ന പദ്ധതികൾ, മെഡിക്കൽ ശാലകൾ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ എത്തിക്കുമെന്ന് പറയുന്നു. ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള പരിപാടികളാണ് അവരോട് അവതരിപ്പിച്ചത്. NDA അധികാരത്തിൽ, പഞ്ചായത്ത് അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം വികസന രൂപരേഖ തയ്യാറാക്കുമെന്ന് അവർ നമുക്ക് ഉറപ്പു തരുന്നു. വർഷത്തോറും അതിന്റെ റിപ്പോർട്ട്, ഒരു മോണിറ്ററിംഗ് സംവിധാനം അതിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച ചികിത്സാ രീതി നമ്മുടെ FHSൽ അവർ അധികാരത്തിൽ വന്നാൽ പഞ്ചായത്ത് നേതൃത്വത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് പറയുന്നു. പിന്നെ നെല്ലങ്ങിലുള്ള FHSലെ സൗജന്യ യാത്ര അവരും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് കാര്യക്ഷമമാക്കും. ജനകീയ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് പഞ്ചായത്ത് സ്ഥാപനത്തിന്, ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്, പഞ്ചായത്ത് സ്വന്തമായ കെട്ടിടത്തിന് കൂടുതൽ ഊന്നൽ, കെട്ടിടം എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തെരുവുനായ ശല്യം അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടും. കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരീക്ഷ, തരിശുഭൂമിയിൽ നെൽകൃഷി, ചങ്ങരോട്ട് പാല യുദ്ധകാലാടിസ്ഥാനത്ത് തീർക്കുമെന്നും തെരുവിളക്കുകൾ ഇല്ലാതെടുത്ത് അത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാനുള്ള നടപടി എടുക്കുമെന്നും, ശുചിമുറികൾ ഇല്ലാതെടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ ശുചിമുറി സ്ഥാപിക്കാനുള്ള നടപടികൾ, ജൽജീവൻ മിഷനിലെ തകർന്ന റോഡുകൾ നന്നാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കൊളവല്ലൂർ പുഴ കേന്ദ്ര ഫണ്ട് ലഭ്യമായ കൊഴൽ പുഴയ്ക്ക് ആ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ നമുക്ക് ഇവിടെ വാഗ്ദാനമായി തന്നിരിക്കുകയാണ്. അവസാനമായി ശ്രീ അനിൽകുമാർ, ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി ഫണ്ടുകൾ ഈ പഞ്ചായത്ത് ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ വാർഡുകളിലും വികസനം ഉറപ്പിച്ചു എന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞു. പഞ്ചായത്തിൽ ആധുനിക സംവിധാനത്തിൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിക്കഴിഞ്ഞു. 2 വർഷം കൊണ്ട് 24 സെന്റ് സ്ഥലത്ത്, ചിലയിട്ട സ്ഥലത്ത് ആധുനിക സംവിധാനത്തിൽ ആ കെട്ടിടം അദ്ദേഹം നമുക്ക് ഉറപ്പു തരുന്നു, വാഗ്ദാനം തരുന്നു. ചങ്ങരോട്ട് പാലം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. യുവജന കായികക്ഷമത പദ്ധതികൾ, പാറാട്ട് ഇൻഡോർ സ്റ്റേഡിയം 2 മാസത്തിനകം അധികാരത്തിൽ വന്ന് 2 മാസത്തിനകം അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. സർക്കാർ വിദ്യാലയങ്ങൾ കല്ലറക്കൽ, തൂവക്കുന്ന്, കൈവേലിക്കൽ 1 കോടി രൂപ ചെലവഴിച്ച് സ്ഥലം വാങ്ങിയ സ്ഥലത്ത്, ആ കൈവേലിക്കൽ സ്ഥലം കണ്ടെത്തിയ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികളുമായി എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകും. മറ്റ് 2 വിദ്യാലയങ്ങൾക്കും സ്ഥലമെടുപ്പ്, ജനകീയ പങ്കാളിത്തോട് സ്ഥലമെടുപ്പ് പദ്ധതിക്ക് ഊന്നൽ നൽകും ഈ LDF അധികാരത്തിൽ വന്നാൽ എന്ന് നമുക്ക് വാക്ക് തരുന്നു. കിളിയൂന്നി വാതക ശ്മശാന പദ്ധതി LDF അധികാരത്തിൽ വന്നാൽ അത് താമസമിന നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ വിസ്തൃതമായ ഈ പഞ്ചായത്തിൽ കൺവെൻഷൻ സെന്റർ, ഒരു ഹാൾ, ഒരു കൺവെൻഷൻ സെന്റർ അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ഒരു കൺവെൻഷൻ സെന്റർ 5 വർഷത്തിനുള്ളിൽ ആധുനിക സൗകര്യത്തിലുള്ള കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്ന് LDF അധികാരത്തിൽ വന്നാൽ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മിനി സ്റ്റേഡിയം, പാറാടുള്ള മിനി സ്റ്റേഡിയം നവീകരണം, ചെണ്ടയാട് പുതിയ മിനി സ്റ്റേഡിയം അദ്ദേഹം നമുക്ക് ഉറപ്പു തരുന്നു. ചിറ്റാരിത്തോട് ഓപ്പൺ ജിംനേഷ്യം മറ്റൊരു വാഗ്ദാനമാണ്. എല്ലാ വാർഡിലും 10 സെന്റിൽ കുറയാത്ത കളിസ്ഥലം 23 വാർഡുകളിലും LDF അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കുമെന്ന് അനിൽകുമാർ പറയുന്നു. നാടൻ കലയുടെ
പെരുമയുള്ള ഒരു പഞ്ചായത്ത് എന്ന രൂപത്തിൽ ഇവിടെ ഒരു കലാഗ്രാമം അദ്ദേഹം വിഭാവന ചെയ്യുന്നു. ചണ്ടയാട് നെല്ലിശ്ശേരിക്കുള്ള നവീകരണം, കാർഷിക രംഗത്ത് കാർഷിക മേഖല എന്നുള്ളതുകൊണ്ട് തന്നെ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ, ആദായത്തിൽ കൃഷി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അതിന്റെ മാർഗങ്ങൾ തേടും. കാർഷിക നയം LDF പഞ്ചായത്ത് അധികാരമേറ്റാൽ കാർഷിക നയം രൂപീകരിക്കും, അത് പ്രഖ്യാപിക്കും. ഗ്രാമീണ റോഡുകൾ, ജൽജീവൻ മിഷൻ വഴി തകരാറിലായ ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ തെരുവിളക്കുകളില്ലാ സ്ഥലങ്ങളിൽ തെരുവിളക്ക്, പിന്നെ പ്രധാന കേന്ദ്രങ്ങളിൽ, പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നത് മറ്റൊരു മേഖലയെ അദ്ദേഹം കാണുന്നു. ഇലക്ട്രോണിക് വില്ലേജ്, സ്ത്രീകൾക്ക് സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട ആധുനിക സംവിധാനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, ഇലക്ട്രോണിക് വില്ലേജ് അദ്ദേഹം കാണുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രം കൂടുതൽ മെച്ചപ്പെടാൻ, നിലവിൽ മെച്ചപ്പെട്ട രൂപത്തിൽ തന്നെ പോകുന്നു, കൂടുതൽ മെച്ചപ്പെടാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. ക്ഷേമ പെൻഷനുകളിൽ വിതരണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കുറ്റമറ്റ രീതിയിലാക്കാനുള്ള എല്ലാ ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് പറയുന്നു. കണ്ണങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചണ്ടയാട് കുടുംബാരോഗ്യ കേന്ദ്രം കൂടുതൽ കാര്യക്ഷമമാക്കും. ചണ്ടയാട്, കൊളവല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പകൽ വിശ്രമ കേന്ദ്രങ്ങൾ, എല്ലാ വർഷത്തിലും എല്ലാവർക്കും എല്ലാ വാർഡിലും വായനശാലകൾ, 21 വാർഡുകളിൽ വായനശാലയും ഗ്രന്ഥാലയം, ആഴ്ചയിൽ ഒരു യാത്രാ ഈ പുസ്തക വണ്ടി അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. മത്സര പരീക്ഷയിൽ, പഞ്ചായത്തിലെ വിവിധങ്ങളായ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മത്സര പരീക്ഷാ സംവിധാനം സൗജന്യമായി, ജനനമരണ രജിസ്റ്റർ നഷ്ടപ്പെട്ടവർക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് കൂടുതൽ അടുത്ത ഭരണസമിതി കൂടുതൽ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. തീർച്ചയായും 3 പേരും നമ്മുടെ ഈ ഗ്രാമത്തിന്റെ സാധ്യതകൾ നന്നായി പഠിച്ച് ഈ സ്ഥാനാർത്ഥികൾ അവർക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 3 പേരും പഞ്ചായത്തിന്റെ മെമ്പർമാരാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും സ്ഥിരസമിതി അധ്യക്ഷന്മാരായും മെമ്പർമാരായും പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു. ഈ സ്ഥാനാർത്ഥികളാണ് നമ്മോടൊപ്പം വേദിയിലിരിക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വികസന കാഴ്ചപ്പാട് പൊതുജന സമക്ഷം ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ നമ്മുടെ പോർക്കളം എന്ന പേരിൽ, മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പേരിൽ അവസരമൊരുക്കിയ ഇവിടെയുള്ള വായനശാലയ്ക്ക്, ഗ്രന്ഥാലയത്തിന്, കുന്നത്തുപറമ്പ് വായനശാല ഗ്രന്ഥാലയത്തിനും അതിന്റെ സംഘാടകർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു വേദി ഒരുക്കിയിട്ടില്ല. അതിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് സംഘാടകരോടുള്ള നന്ദിയും ഈ ഒരു പരിപാടിയിൽ മോഡറേറ്ററായി എന്നെ തെരഞ്ഞെടുത്തുള്ള കടപ്പാടും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള വികസനത്തെ തൊട്ടുനിർത്തിയിട്ടുള്ള ഒരു വികസന രേഖയാണ് 3 മുന്നണികളും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഈ സാംസ്കാരിക വേദിയുടെ ക്ഷണം അനുസരിച്ച് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത 3 മുന്നണിയുടെ ആളുകളെയും അതുപോലെ ഇതിൻ്റെ മോഡറേറ്ററെയും ഈ സദസ്സ് ധന്യമാക്കിയ മുഴുവൻ നാട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.